ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. 2025 ജൂലൈ 28-ന് കേരള PSC കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, സിസ്റ്റം മാനേജർ എന്നീ തസ്തികകളിലേക്കായിട്ട് ഒരു കോമൺ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന സബ്ജക്റ്റിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്തോ എന്നറിയില്ല. ഈ ഒരു പരീക്ഷയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കുട്ടികൾ കാണുക. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സിലബസ് പ്രകാരം നമുക്ക് ഈ എക്സാമിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നിന്ന് നമുക്ക് 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും സിയിൽ നിന്ന് നമുക്ക് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 6+5 11 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസേ ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുള്ളൂ. 12 മാർക്സ് എന്നായിരുന്നു സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും 11 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വേറെ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്നാണ് അത് വന്നിരിക്കുന്നതെന്നാണ്. നമുക്കറിയാം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ തന്നെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് പിന്നെ കുറച്ച് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ, പ്ലസ് ഷെൽ പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സസ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇത് 4ഉം കൂടെ കമ്പൈൻ ചെയ്ത് 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആക്ച്വലി ഉള്ളത്, അല്ലേ? അപ്പോൾ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മളൊരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ലിനക്സിന്റെ ഒരു പാർട്ട്, അതുപോലെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ, യൂസർ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ, സിസ്റ്റം ഇനീഷ്യലൈസേഷൻ, ബൂട്ടിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ, പ്ലസ് ബോൺഷെൽ പ്രോഗ്രാമിംഗ്, അതൊക്കെ നല്ല വൃത്തിയായിട്ട് കേരള PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ബേസിക്സ് എന്നൊരു 4 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ഓക്കെ, മൈക്രോ പ്രോസസ്സർ 8086 എന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിന് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന്, 6 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. അപ്പൊ 5 6 11 ക്വസ്റ്റ്യൻസ് ആയി. ഇതിന് നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള 4 ക്വസ്റ്റ്യൻസ്, 5 6 11 4 15, അതായത് 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടടുത്ത് മൊഡ്യൂൾ 2-വിൽ നിന്നും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് നമ്മുടെ 3rd മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 12 മാർക്സിനുള്ളത് വരേണ്ടത് 11 മാർക്സിനെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇത് പറയുന്നത് ഫർദർ ഇനി ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്, യു ക്യാൻ എക്സ്പെക്ട് ദ അൺപ്രെഡിക്റ്റബിൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, സോ ടോട്ടൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. തിയറി നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. യൂഷ്വലി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൽ നിന്നൊക്കെ ശരിക്കും നമുക്കൊരു പ്രാക്ടിക്കൽ, ഒരു ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് COAയിലും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അധികം ആ ഒരു പോർഷനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആവറേജ് ക്യാഷെ മെമ്മറി ആക്സസ് ടൈം ഈസ് മെഷർഡ് യൂസിങ് ദ ഫോർമുല. ആവറേജ് ക്യാഷെ മെമ്മറി ആക്സസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് മെമ്മറി ആക്സസ് ടൈം is equal to hit time plus miss rate into miss penalty. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്.
നെറ്റിനോ അല്ലെങ്കിൽ ഗേറ്റിനോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കാഷേഴ്സ് നെറ്റിനും ഗേറ്റിനും വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു ഫോർമുല പഠിച്ചേ മതിയാവും. ഇതിന്റെ ബേസിസിൽ പ്രോബ്ലംസും ചെയ്യാനായിട്ട് വരാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസിലി ആൻസർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാഷെ മെമ്മറിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് തിയറി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറബിൾ ആയിരിക്കും. ഇതിനകത്ത് ഈ ഒരു ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സി ഹിറ്റ് ടൈം ഇൻ പ്ലസ് മിസ് റേറ്റ് ഇൻറ്റു മിസ് പെനാൽറ്റി. ഹിറ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാഷയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹിറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിസ് റേറ്റ് ഉണ്ട്. മിസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് മെമ്മറി ആക്സസ് നോട്ട് ഫൗണ്ട് ഇൻ ക്യാഷ്. ക്യാഷയ്ക്കകത്ത് ആ പറയുന്ന നമുക്ക് ആക്സസ് ചെയ്യേണ്ട മെമ്മറി ഇല്ല എങ്കിൽ അതിനെയാണ്, അതായത് 1 - ഹിറ്റ് റേറ്റ്, അതാണ് ശരിക്കും മിസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ എന്ത് ചെയ്യണം? മിസ് പെനാൽറ്റി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മിസ് പെനാൽറ്റി എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു കാഷെ മിസ് സംഭവിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ ഡേറ്റ മെയിൻ മെമ്മറിയിൽ നിന്നായിരിക്കും ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്നും ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മിസ് പെനാൽറ്റി എന്ന് പറയുന്നത്. സോ ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഹിറ്റ് ടൈം പ്ലസ് മിസ് റേറ്റ് ഇൻറ്റു മിസ് പെനാൽറ്റി ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഫർദർ ഇനി എക്സാംസിലാണെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഫോർമുല പഠിക്കാത്ത കുട്ടികൾ, സ്കിപ്പ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. സോ ഇത് ഞാൻ എവ്രി വൺ ക്യാൻ ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bit associated with a cache block that signifies that the cache block is modified is called dirty bit. ഓപ്ഷൻ കാണേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക്. ഓപ്ഷൻ സിയിലാണ് ആൻസർ തന്നിട്ടുള്ളത്. അതായത് ദ ബിറ്റ് അസോസിയേറ്റ് വിത്ത് ദ കാഷെ ബ്ലോക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിറ്റ്. ആ ബിറ്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് നമ്മുടെ കാഷെ ബ്ലോക്ക് എപ്പോഴെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബിറ്റാണ് നോക്കുന്നുണ്ടായിരിക്കാം. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെഫറൻസ് ബിറ്റ് തന്നിരിക്കുന്നത്. റെഫറൻസ് ബിറ്റ് അല്ല, ഡേർട്ടി ബിറ്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഗ് ബിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഗ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ്? ഫ്ലാഗ് ബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ടേം തന്നെയാണ്. അത് കൺട്രോൾ ഫ്ലാഗ്സിനെയും സ്റ്റേറ്റസ് ഫ്ലാഗ്സിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് മോഡിഫിക്കേഷൻ സ്റ്റേറ്റസ് റെപ്രസെന്റ് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ സ്റ്റേറ്റസ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റേറ്റസ് ബിറ്റ്. എന്തിന്റെ സ്റ്റേറ്റസ്? ഏത് സ്റ്റേറ്റസ്? വേരിയസ് കണ്ടീഷൻസ് ആവാം, വാലിഡിറ്റി, ഇൻവാലിഡിറ്റി ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റസ് ബിറ്റ്. സോ ദാറ്റ് കനോട്ട് ബി ദ ആൻസർ. ഡേർട്ടി ബിറ്റ് നമുക്ക് ആൻസർ ആണ്, നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ പിന്നെ കാഷെ ബ്ലോക്കിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുകയാണെങ്കിൽ ഈ ഡേർട്ടി ബിറ്റ് നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇത് ചെക്ക് ചെയ്യും. ഡേർട്ടി ബിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വെദർ ദിസ് കാഷെ ബ്ലോക്ക് ഈസ് മോഡിഫൈഡ് ഓർ നോട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. നൗ ഓപ്ഷൻ സി എന്ന് പറയുന്ന റെഫറൻസ് ബിറ്റ് ആണ്. ഇത് നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് അൽഗരിതംസിലെല്ലാം റെഫറൻസ് ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസേജ് അല്ലെങ്കിൽ ആക്സസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കാഷെ ബ്ലോക്ക് മോഡിഫിക്കേഷൻ. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ വിത്ത് യു. പിന്നെ ഈ ഡേർട്ടി ബിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് ബാക്ക് കാഷെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് കാഷെ കൊഹറൻസി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പിന്നെ ഡേർട്ടി ബിറ്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. റൈറ്റ് ബാക്ക് കാഷെ എന്ന് പറയുന്ന ലെറ്റ് മീ ടേക്ക് ദാറ്റ് പോർഷൻ, ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. സി നമ്മൾ അപ്ഡേറ്റിംഗ് ടെക്നിക്സ് പഠിച്ചപ്പോൾ റൈറ്റ് ത്രൂവും റൈറ്റ് ബാക്കും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ റൈറ്റ് ബാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡേർട്ടി ബിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, hope this is clear for you. Now let's move to the next question. Which among the following processor registers facilitate the communication between the processor and memory? നമുക്ക് കുറച്ച് പ്രോസസർ രജിസ്റ്റർ CPU രജിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് മെമ്മറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇത് എന്ത് ചെയ്യുന്നില്ല? മെമ്മറി ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് അപ്ഡേറ്റ്സ് ദി മെമ്മറി അഡ്രസ് രജിസ്റ്റർ. സോ പ്രോഗ്രാം കൗണ്ടർ ഈസ് നോട്ട് ദി ആൻസർ. ദെൻ വി ഹാവ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താ ചെയ്യുന്നത്?
മെമ്മറിന്ന് ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ദാറ്റ് കനോട്ട് ബി ദ ആൻസർ. ദെൻ വി ഹാവ് MAR ഓർ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മെമ്മറിക്ക് അകത്തുള്ള ഒരു അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ പ്രോസസ്സർ ആ ഒരു അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഡേറ്റ റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ പ്രോസസ്സർ register. This is the processor register which facilitates the communication between the processor and memory. So the right answer is option C. See, let's check the final answer as well. Okay, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടറും MAR രജിസ്റ്ററും കൂടെ ഒന്നിച്ച് തന്നിരിക്കുകയാണ്. പ്രോഗ്രാം കൗണ്ടർ ഇതിന്റെ ഭാഗമല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ D cannot be the answer. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം തന്നിട്ടുള്ള ഓപ്ഷൻ ആണ് ഇത്. ഓക്കെ, സോ ലീവ് ദാറ്റ്, യു ക്യാൻ ചൂസ് ഓപ്ഷൻ സി. ഇത് എല്ലാവർക്കും ആൻസറബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമിലർലി ഡേറ്റബിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എവറി വൺ ക്യാൻ ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓൺലി. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഹാൻഡ്ലിംഗ് ഇന്ററപ്റ്റ്സ് ആക്ച്വലി നമുക്ക് സിലബസിൽ ഇത്തവണ തന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. Not a single question, I think. The next question as well, it is asked from the concept of handling interrupts. Okay, when handling interrupts from multiple devices എന്നുള്ള interrupts handle ചെയ്യുമ്പോൾ which among the following method is easy to implement? Easily implementable ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ ഓപ്ഷൻസും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്, പക്ഷെ അതിൽ ഇംപ്ലിമെന്റേഷൻ ഈസിലി പോസിബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ഏതാ, ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് ആണ് അല്ലെ. ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനകത്ത് നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ഇന്ററപ്റ്റ്സിന്റെ സ്റ്റേറ്റ്സ് സേവ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, അതുപോലെ പ്രയോറിറ്റീസ് മാനേജ് ചെയ്യുക, അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പോളിംഗ്. പോളിംഗ് ഈസ് മച്ച് ഈസിയർ ദാൻ ഇന്ററപ്റ്റ് നെസ്റ്റിംഗ്. ഇന്ററപ്റ്റ് നെസ്റ്റിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഈസിയർ ആണ് പോളിംഗ്. സോ ദിസ് കുഡ് ബി ദ ആൻസർ. പോളിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി മൾട്ടിപ്പിൾ ഡിവൈസസ് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പോളിംഗ്. പോളിംഗിനകത്ത് പ്രോസസ്സർ എന്താണ് ചെയ്യുക, സീക്വൻഷ്യലി ഡിവൈസസ്, ഓരോ ഡിവൈസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വെദർ ദാറ്റ് ഡിവൈസ് നീഡ്സ് അറ്റൻഷൻ ഓർ നോട്ട് എന്നുള്ളത്. ഇതെന്ന് പറയുന്നത്, പോളിംഗ് എന്ന് പറയുന്നത് വെരി ലെസ് എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പോളിംഗ് ഈസ് പ്ലെയിൻ എന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുക, പോളിംഗ് ഈസ് പ്ലെയിൻ. പക്ഷെ ഇൻഎഫിഷ്യന്റ് ആണ് അത് മറന്നു പോകരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഏതാ തന്നിട്ടുള്ളത് നോക്കാം. പോളിംഗ് ആൻസർ ആണെന്ന് പറയുന്നതിന് മുൻപ് പ്രയോറിറ്റി സ്കീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. പ്രയോറിറ്റി സ്കീംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലോജിക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രയോറിറ്റീസ് അസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. പോളിംഗിനേക്കാളും കോംപ്ലക്സ് ആണ് ഈ പറയുന്ന പ്രയോറിറ്റി സ്കീംസ്. സോ ഫാർ പോളിംഗ് ആണ് ആൻസർ ആയിട്ട് നിൽക്കുന്നത്. നൗ ലെറ്റ്സ് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് വെൽ. ഓക്കെ, വെക്ടേർഡ് ഇന്ററപ്റ്റ് ആണ്. സോ പോളിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വെക്ടേർഡ് ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇത് വെക്ടേർഡ് ഇന്ററപ്റ്റ് ഇറ്റ് ഈസ് മോർ എഫിഷ്യന്റ് ദാൻ പോളിംഗ്. പക്ഷേ ഇംപ്ലിമെന്റേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അഡീഷണൽ ഹാർഡ്വെയർ ഇതിനകത്ത് വേണ്ടി വരും. കാരണം എന്ത് ചെയ്യണം, ഈ കൺട്രോള് ഡയറക്റ്റ് ISRലോട്ട്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനിലോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇന്ററപ്റ്റ് വെക്ടർ അഡ്രസ് യൂസ് ചെയ്തിട്ട്, ഇന്ററപ്റ്റ് വെക്ടർ അഡ്രസ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിനകത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടുന്ന് കൺട്രോൾ ഒറ്റയടിക്ക് ISRലോട്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡീഷണൽ ഹാർഡ്വെയർ വെക്ടേർഡ് ഇന്ററപ്റ്റ്സിനകത്ത് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പോളിംഗ്. അതായത് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്നുള്ള ഇന്ററപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റേഷൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് പോളിംഗ് ഓൺലി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. The interrupt handling mechanism where the device requesting the service identifies itself to the processor. ഏത് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിലാണ് പിന്നെ ദ ഡിവൈസ് റിക്വസ്റ്റിംഗ് ദ സർവീസ്, ഇപ്പൊ ഒരു ഡിവൈസ് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, പ്രൊസസ്സറിനെ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്വന്തമായി പ്രൊസസ്സറിന്റെ അടുത്ത് എനിക്ക് ഈ സർവീസ് വേണം എന്നുള്ളത് എനിക്കാണ് വേണ്ടത്, ഇന്ന ഡിവൈസിനാണ് വേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈസ് ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടു ദ പ്രൊസസ്സർ. അത് ഏത് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിനകത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഡെയ്സി ചെയിനിങ് ആണ്.
ഡെയ്സി ചെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രയോറിറ്റി ചെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡെയ്സി ചെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പോളിംഗ് എന്ന് ഒരു കൈൻഡ് ഓഫ് പോളിംഗ് തന്നെയാണ്. പക്ഷെ പോളിംഗ് അല്ല, പോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്രോച്ച് ആണ്. ഡെയ്സി ചെയിനിങ് എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ അപ്രോച്ച് ആണ്. ഹാർഡ്വെയർ ബേസ്ഡ് ആയിരിക്കും ഡെയ്സി ചെയിനിങ്. പോളിംഗ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണേ. ദെൻ പോളിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പോളിംഗിനകത്ത് എന്താണ് പറയുന്നത്, നമ്മുടെ പിന്നെ പ്രോസസ്സർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട് ഓരോ ഡിവൈസും, വെദർ ദാറ്റ് ഡിവൈസ് റിക്വയർസ് സം പിന്നെ എന്തെങ്കിലും സർവീസസ് അതിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് ഈ രണ്ട് മെത്തേഡ്സിനകത്താണെങ്കിലും ഡെയ്സി ചെയിനിങ് ആണെങ്കിലും പോളിംഗ് ആണെങ്കിലും ഏത് ഡിവൈസിനാണോ സർവീസ് വേണ്ടത് അതിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. പ്രോസസ്സറിന്റെ അടുത്ത് ഇറ്റ് ഡസൻ ഹാവ് ടു ഐഡന്റിഫൈ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദ അപ്രോച്ച് ദാറ്റ് ഈസ് ഫോളോയിങ് ഇൻ ദീസ് ടു മെത്തേഡ്സ്. ഇനി തേർഡ് അപ്രോച്ച് എന്താണ്, വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. വെക്റ്റേർഡ് ഇൻട്രപ്റ്റിനകത്ത് അങ്ങനെ ആയിരിക്കില്ല. വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് മെക്കാനിസത്തിനകത്ത് ഇന്ററപ്റ്റിംഗ് ഡിവൈസ് എന്ത് ചെയ്യും, ഒരു യുണീക്ക് വെക്ടർ എന്ത് ചെയ്യും, യുണീക്ക് വെക്ടർ അഡ്രസ് പ്രൊസസ്സറിലോട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ വെക്ടർ ഉണ്ടല്ലോ, ഈ അയക്കുന്ന വെക്ടർ അഡ്രസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന്റെ ലൊക്കേഷൻ ആയിരിക്കും. അപ്പൊ പ്രൊസസ്സർ എന്ത് ചെയ്യും, ആ ISR എടുത്ത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഈ വെക്ടേർഡ് ഇന്ററപ്റ്റിലാണ് ഡിവൈസ് റിക്വസ്റ്റിംഗ് ദ സർവീസ് ഐഡന്റിഫൈസ് ഇറ്റ് സെൽഫ് ടു ദ പ്രോസസ്സർ. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് ആണ്. ഇന്ററപ്റ്റ് നെസ്റ്റിങ്ങിനകത്ത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഇന്ററപ്റ്റ്സ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഹയർ പ്രയോറിറ്റി ബേസിസിൽ പിന്നെ ഹയർ പ്രയോറിറ്റി ബേസിസിൽ എന്താ പറയുക കൈകാര്യം ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിവൈസ് ഇറ്റ് സെൽഫ് ടു ദ പ്രോസസ്സർ. ഓക്കെ, സോ വി ക്യാൻ ലീവ് ദാറ്റ്. So the right answer is option C only, vectored interrupt. Okay, now let's move to the last question asked from this subject. COA എന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എന്താ പറയാ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സസ് പഠിക്കുന്ന സമയത്ത് ഇൻട്രപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന 21ാമത്തെയും 22ാമത്തെയും ക്വസ്റ്റ്യൻസ് ഈസിലി ആൻസർ ചെയ്യാവുന്നതാണ്. പോളിംഗ് എന്തായാലും എല്ലാവർക്കും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് ഇല്ലേ. പിന്നെ പ്രോസസ്സർ IO ആൻഡ് DMA എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പോളിങ്ങിനെ കുറിച്ച്. ഡേറ്റ ട്രാൻസ്ഫർ സ്കീംസിനകത്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. സോ 21ാമത്തെ ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. 22ാമത്തെ ആയിരിക്കും പിന്നെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ അതും പോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെയും എന്താണ്, നിങ്ങൾക്ക് 4 മാർക്കെങ്കിലും COA എന്ന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ മിനിമം. 6 സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഇൻട്രപ്റ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങ് ലീവ് ചെയ്യാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ, ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഹൈലി എൻകോഡഡ് റെപ്രസെന്റേഷൻ ഓഫ് കൺട്രോൾ വേർഡ്സ് ദാറ്റ് യൂസസ് കോമ്പാക്ട് കോഡ്സ് ടു സ്പെസിഫൈ കൺട്രോൾ സിഗ്നൽസ് ഈസ് കോൾഡ്. അതായത് ഈ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് ടൈപ്പ് ഓഫ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിലാണ് എന്താ പറയാ എൻകോഡഡ് ഫോർമാറ്റിൽ കൺട്രോൾ സിഗ്നൽസ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതിനകത്താണ് കുട്ടികളെ? വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ആവുമ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻകോഡഡ് ഫോർമാറ്റിൽ. സോ വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഓർഗനൈസേഷനകത്താണ് കൺട്രോൾ സിഗ്നൽസ് ഒരു ഹൈലി എൻകോഡഡ് ആൻഡ് കോമ്പാക്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ അങ്ങ് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങ് വലിച്ചു നീട്ടി കോംപ്ലിക്കേറ്റഡ് ആക്കി അങ്ങ് തന്നിരിക്കുകയാണ്. സോ നമ്മളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചെന്ന് 7:15 നേരത്തെ 7:45 നേരത്തെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഒരു ഉറക്കച്ചവടോട് കൂടെ ഇരിക്കുമ്പോൾ ഈ നീട്ടി വലിച്ചുള്ള ക്വസ്റ്റ്യൻ അങ്ങ് കാണുമ്പോൾ കിളി പോയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒന്നാമതേ ഉറക്കം വിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബ്രെയിൻ പുട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഓൺലി, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. ഇതിനകത്ത് ബാക്കിയുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യം കൂടിയില്ല. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷനകത്താണെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിനകത്ത് എങ്ങനെയാണ് കൺട്രോൾ സിഗ്നൽസ് ഡീകോഡഡ് ബൈനറി ഫോർമാറ്റിൽ, അതും 1 bit per കൺട്രോൾ സിഗ്നൽ എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹാർഡ്വെയർഡ് ഓർഗനൈസേഷൻ അല്ല, നൺ ഓഫ് ദ എബോവ് അല്ല. ഓക്കെ, സോ ഹാർഡ്വെയർഡ് പിന്നെ കൺട്രോൾ യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം
കൺട്രോൾ സിഗ്നൽസ് ഇത് ഒരു SOP ഫോമാറ്റിലോ അല്ലെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ തന്നെയുണ്ട്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിലാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾ സിഗ്നൽസ് സം ഓഫ് പ്രോഡക്ട്സ് SOP ഫോമാറ്റിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് ദി ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ പോട്ടെ, 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല, 3 മാർക്കെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് പറയാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.